ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് മോനെ ഫൈബർ ഇങ്ങനെ ഇടല്ലേ അത് ഉള്ള മുടി കൂടി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ചളഞ്ഞപ്പോഴത്തേക്കും അതും കൊഴിഞ്ഞു പോയി. അപ്പൊ ഭയങ്കര ഡെസ്പായിരുന്നു. 2 തവണ ചെയ്തിട്ട് ഫെയിലിയർ ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം 3500 ഗ്രാഫ്റ്റ് എന്റെ ഫസ്റ്റ് സർജറിക്ക് തന്നെ എടുത്തു. സെക്കൻഡ് സർജറിക്ക് 2500 ഗ്രാഫ്റ്റ്സ് എടുത്തു. അപ്പൊ അത്രയും ഗ്രാഫ്റ്റുകൾ വെറുതെ വേസ്റ്റ് ആയി പോയല്ലോ. റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ഗ്യാരണ്ടിയുള്ള റിസൾട്ട് എനിക്കും കിട്ടി. ഞാനിങ്ങോട്ട് റെഫർ ചെയ്ത നമ്മുടെ സുഹൃത്തുക്കളായ ഒരുപാട് പേർക്കും കിട്ടി. നമുക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ട് ഞാൻ ചെയ്ത് പ്രൂവ് ചെയ്തതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ചില ആക്ടേഴ്സിനോട് നമുക്ക് ഫോട്ടോ ചോദിക്കാനും അല്ലെങ്കിൽ സുഖമാണോ എന്നൊക്കെ ചോദിക്കാൻ ചെറിയൊരു ഇൻഹിബിഷൻ ഉണ്ടാവും. പക്ഷെ ഒരു ഇൻഹിബിഷനും ഇല്ലാതെ നമ്മളുടെ വീട്ടിലെ ഒരാളെ പോലെ നമുക്ക് ചോദിക്കാനും ഈ പറഞ്ഞ ഫോട്ടോ കഴിക്കാനും സുഖമാണോ എന്നൊക്കെ ചോദിക്കാൻ സ്വാതന്ത്ര്യമുള്ള ഒരാളാണ് എനിക്ക് അപ്പോൾ ഉള്ളത്. വി ഹാവ് വിഷ്ണു ഉണ്ണികൃഷ്ണൻ. ചേട്ടാ നമസ്കാരം. നമ്മള് ചെറുപ്പം തൊട്ടേ ചേട്ടൻ്റെ ഒരു ചൈൽഡ്ഹുഡ് ഓൺവേർഡ്സ് നമ്മളുടെ മലയാളികളുടെ മുന്നിൽ വളർന്ന ഒരാളല്ലേ. നമുക്ക് അന്ന് തൊട്ട് അറിയാം ചേട്ടനെ. മലയാള ഫിലിം ഇൻഡസ്ട്രിയിലാണ് കളിച്ച് ജനിച്ച് വളർന്നത് എന്നാണെങ്കിൽ പറയാം. ഈ ഒരു മാറ്റം ഉണ്ടല്ലോ, എനിക്ക് തോന്നുന്നു 2010 ഒരു 10 വർഷത്തെ ചാലഞ്ച് പുറകിലേക്ക് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരു ഫിസിക്കലി വന്നൊരു മാറ്റം ഉണ്ടല്ലോ, അത് തന്നെ കരിയറിൽ വന്ന മാറ്റം. ആ മാറ്റത്തെ ഇപ്പൊ എങ്ങനെയാ നോക്കി കാണുന്നത്? സന്തോഷമാണോ? കിട്ടിയതെല്ലാം ബോണസ് ആയിട്ട് നമ്മള് കാണുന്നത്. കുഞ്ഞുനാള് പോലുള്ള ആഗ്രഹമാണ് സിനിമയിൽ അഭിനയിക്കുക, നടനാവാന്നുള്ളത്. അപ്പൊ ഒരു പോയിന്റിലെത്തുമ്പോൾ നമുക്ക് അങ്ങനെ സിനിമയിലേക്ക് അഭിനയിക്കാൻ അവസരം കിട്ടുകയും അത് അങ്ങനെ നമ്മൾ നടനാവുകയും അത് ആളുകൾക്ക് ഇഷ്ടപ്പെടുകയും ആളുകൾ നമ്മളോട് നന്നായി എന്ന് പറയുകയും ചെയ്യുമ്പോൾ നമുക്ക് എന്താ പറയാ, ചെറുപ്പം തുടങ്ങിയുള്ള ഒരു ആഗ്രഹമല്ലേ, അത് സഫലമായി എന്ന് പറയുന്ന ആ ഒരു സന്തോഷം അതാണ് എപ്പോഴും. ഒരുപാട് പേരോട് നന്ദിയുണ്ട് കാര്യത്തിൽ. ഈ കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്, അതായത് കരിയറിലും കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ട്. ചേട്ടൻ ലുക്സിലും ചേട്ടൻ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് കുറെ എഫേർട്ട് ഇട്ടിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഇപ്പൊ ആക്ച്വലി അദ്ദേഹത്തിന് ട്രാൻസ്പ്ലാന്റേഷൻ കഴിഞ്ഞിരിക്കുകയാണ് അല്ലേ? എത്ര ദിവസം? 10 ദിവസം. 12 ദിവസമായി. ചേട്ടാ ഇപ്പൊ കട്ടപ്പനയിലെ ഋതിക് റോഷന് ശേഷമാണ് ഫസ്റ്റ് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യുന്നത്. അത് പക്ഷെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. പിന്നെയാണ് രണ്ടാമത് നമ്മളുടെ സ്ഥാപനത്തിലേക്ക് വരുന്നത്, ലാഡൻ സിറ്റിയിലേക്ക്. ഞാൻ 3ാമത്തെ തവണയാണ് ആക്ച്വലി ലാഡൻ സിറ്റിയിൽ വരുന്നത്. അതിനു മുൻപ് 2018 ഞാൻ ആദ്യമായിട്ട് ട്രാൻസ്പ്ലാന്റ് ചെയ്യുന്നത്. ഏരിയ പറയാനുള്ളത് അവരെ കൂട്ടിപ്പോയി. അത് കുഴപ്പമില്ല. അപ്പൊ അതിനുശേഷം അവർ തുടങ്ങിട്ടോ, പിന്നെ തുടങ്ങി. പക്ഷെ അത് ഫെയിലിയർ ആയിരുന്നു. പിന്നീട് 1 വർഷത്തിന് ശേഷം രണ്ടാമതും ഞാൻ വേറൊരു ക്ലിനിക്കിൽ നിന്ന് ചെയ്തു. പക്ഷെ കുറച്ചാൾ കഴിഞ്ഞപ്പോഴത്തേക്കും അതും കൊഴിഞ്ഞു പോയി. അപ്പൊ ഭയങ്കര ഡെസ്പായിരുന്നു. തുടക്കത്തിൽ ഇൻട്രൊഡക്ഷനിൽ ഗദാഫി പറഞ്ഞ പോലെ ഫോട്ടോ എടുക്കാൻ ആളുകൾ വരുമ്പോൾ നമുക്ക് സന്തോഷമുണ്ട്. പക്ഷെ മുടി ഇല്ലാണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഭയങ്കര കോൺഫിഡൻസിനെ അത് ഭയങ്കരമായിട്ട് ബാധിക്കും. പിന്നെ നമ്മള് മറ്റൊരുപാട് നടന്മാര് ചെയ്യുന്ന പോലെ തന്നെ മറ്റേ ഫൈബർ പൗഡറൊക്കെ ഇട്ടിട്ടാണ് നമ്മൾ ഷൂട്ടിനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അത് ഭയങ്കര ദോഷമാണ്. അപ്പൊ എന്നോട് ഒരിക്കല് ലാലേട്ടൻ പറഞ്ഞിട്ടുണ്ട് മോനെ ഫൈബർ ഇങ്ങനെ ഇടല്ലേ അത് ഉള്ള മുടി കൂടി പോകും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളി ഉപദേശിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോ അതെങ്ങനെയെങ്കിലും നിർത്തണമെന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായി. പക്ഷെ ഷൂട്ടിന് നമുക്ക് അങ്ങനെ ഒഴിവാക്കാനും പറ്റാത്ത അവസ്ഥയായിരുന്നു. 2 തവണ ചെയ്തിട്ട് ഫെയിലിയർ ആയ ഒരാളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഒരു ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കുമല്ലോ. പിന്നെയാണ് ഞാൻ 2ാമത്തെ ട്രാൻസ്പ്ലാന്റും ഫെയിലിയർ ആയിട്ട് അതിനുശേഷമാണ് ലാഡൻ സിറ്റിയെ കുറിച്ച് അറിയുന്നത്. അപ്പോൾ ഇവിടെ വന്നിട്ട് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എനിക്ക് വലിയ വാഗ്ദാനമൊന്നും തന്നൊന്നുമില്ല. ഡോക്ടർ പറഞ്ഞ് നിങ്ങളുടെ ഡോണർ മൊത്തം പോയി. 3500 ഗ്രാഫ്റ്റ് എൻ്റെ ഫസ്റ്റ് സർജറിക്ക് ഞാൻ എടുത്തു. സെക്കൻഡ് സർജറിക്ക് 2500 ഗ്രാഫ്റ്റ്സ് എടുത്തു. അപ്പൊ അത്രയും ഗ്രാഫ്റ്റുകൾ വെറുതെ വേസ്റ്റ് ആയി പോയല്ലോ. ഇനി ഇതിന്ന് എന്ത് കിട്ടാനാ, ഉള്ളത് വെച്ചിട്ട് ഞാൻ ചെയ്ത് തരാം എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ 2 പേർക്ക് ചെയ്യാൻ തീരുമാനിച്ചു. കാരണം എന്തായാലും നമുക്ക് എന്തെങ്കിലും ഒരു ഓപ്ഷൻ എനിക്ക് ചെയ്തേ പറ്റുള്ളൂ എന്ന് തോന്നിയിട്ട്. അപ്പോൾ ഡോക്ടറായിട്ട് സംസാരിച്ചപ്പോൾ എനിക്കൊരു കോൺഫിഡൻസ് കിട്ടി. ഉള്ള ഗ്രാഫ്റ്റ് കണ്ടെത്താന്ന് പറഞ്ഞിട്ട് പുള്ളി അത് ചെയ്തു. പക്ഷെ ചെയ്തു വന്നപ്പോൾ പുള്ളി 1500+ ഗ്രാഫ്റ്റ് ഇങ്ങനെ ഒപ്പിച്ചെടുത്തു. അങ്ങനെ എനിക്ക് ട്രാൻസ്പ്ലാന്റ് ചെയ്ത് തന്നു. ആ സമയത്ത് ഞാൻ വെടിക്കെട്ട് എന്ന് പറയുന്ന സിനിമയായിരുന്നു. അപ്പം അതില് എനിക്ക് മുടി വേണ്ട, പറ്റ ട്രിം ചെയ്തിട്ടുള്ള. അപ്പൊ 2ഉം കൂടി ഒരുമിച്ച് അങ്ങനെ പോയി ആ സമയത്ത് ട്രാൻസ്പ്ലാന്റ് ചെയ്യുകയും ചെയ്തു. പക്ഷെ അതിനുശേഷം ഞാൻ നോക്കുമ്പോൾ എനിക്ക് നന്നായിട്ട് ആയിരുന്നു. അപ്പൊ കാണുന്നവരൊക്കെ എന്നോട് അടിപൊളിയായല്ലോ. അപ്പൊ എനിക്ക് നല്ല റിസൾട്ട് ആയപ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പി ആയി, ഞാൻ കോൺഫിഡന്റ് ആയി.
അപ്പൊ എനിക്ക് ഡോക്ടറിലും ഭയങ്കര വിശ്വാസമായി. വന്നതിനോട് ചോദിച്ചു വീഡിയോ ചെയ്യണ്ടെന്ന്. ഞാൻ പറഞ്ഞില്ല വീഡിയോ ഞാൻ ചെയ്യുന്നില്ല എന്നുള്ളത്. അപ്പൊ എന്നിട്ട് അതിന്റെ ഒരു ധൈര്യത്തിൽ ഞാനപ്പോൾ വീണ്ടും ഡോക്ടറെ ഇടയ്ക്ക് റിവ്യൂവിന് കാണാൻ വേണ്ടി വരുന്നുണ്ട്. അപ്പോൾ ഞാനൊരു കുറച്ചാൾ മുമ്പ് ഒന്ന് ഡോക്ടറെ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് കുറച്ചും കൂടി നമുക്ക് വേണമെങ്കിൽ ഫില്ല് ചെയ്യാനായിട്ട് ഒരു ഇതും കൂടി ചെയ്യാമെന്ന് പോകും. എനിക്ക് പുള്ളീനെയും ഈ ക്ലിനിക്കിനെ അത്രയും വിശ്വാസമായി. കാരണം അത്രയും ഗ്രാൻഡായിട്ട് എൻ്റെ കാണുന്നവരൊക്കെ എന്നോട് നമ്മുടെ ഇൻഡസ്ട്രിയിലെ തന്നെ ഒരുപാട് ആൾക്കാർ നമ്മൾ ഇപ്പോൾ അടിപൊളിയായല്ലോ എന്ന് പല ആൾക്കാരും നേരത്തെ ട്രാൻസ്പ്ലാന്റ് ചെയ്ത ഒരുപാട് പേര് നമുക്ക് പരിചയമുണ്ട് വേറെ പല ക്ലിനിക്ക്. അത് ഫെയിലിയർ ആയവരുണ്ട്, കുഴപ്പമില്ലാണ്ടിരിക്കുന്നവരൊക്കെ ഉണ്ട്. അപ്പം അതിൽ പല ആൾക്കാരും എന്നോട് ഇപ്പം അടിപൊളിയായല്ലോ എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ധൈര്യം കോൺഫിഡൻസ് ആയി. അപ്പം ഞാൻ ഡോക്ടർ എന്നോട് പറഞ്ഞു ഇനിയും നമുക്ക് ഒരു അംഗത്തിനും കൂടി ബാല്യമുണ്ട്. പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ എനിക്ക് ഒന്നുകൂടി ഒന്ന് ഫ്രണ്ട് ലൈനൊന്ന് ഫില്ല് ചെയ്ത് തരാൻ പറ്റുമോ എന്ന് ചോദിച്ചു. എന്നിട്ട് ഇപ്പോൾ ലാസ്റ്റ് 4th തവണ വീണ്ടും ഒരു ട്രാൻസ്പ്ലാന്റ് ചെയ്ത് ഇപ്പം എൻ്റെ ഫ്രണ്ട് ലൈൻ കറക്റ്റ് ചെയ്ത് സെറ്റാക്കി തന്നിട്ടുണ്ട്. എന്നിട്ട് ഇപ്പോൾ 12 days ആയി. അടിപൊളി. അപ്പോൾ ചേട്ടൻ ഇപ്പോൾ ലാഡൻസിറ്റി പറഞ്ഞപ്പോൾ അത്രയും വിശ്വാസമുണ്ട്. അത്രയും വിശ്വാസം. അപ്പോൾ ഞാൻ എനിക്ക് ധൈര്യമായിട്ട് പറയാം. ഞാൻ പറഞ്ഞു ഞാൻ വീഡിയോ വരാം, നമുക്ക് വീഡിയോ ചെയ്യാം. കാരണം എനിക്ക് അത്രയും ഗ്യാരണ്ടിയുള്ള റിസൾട്ട് എനിക്കും കിട്ടി. ഞാനിങ്ങോട്ട് റെഫർ ചെയ്ത നമ്മുടെ സുഹൃത്തുക്കളായ ഒരുപാട് പേർക്കും കിട്ടി. ഈ ചിലപ്പോൾ ചില ആൾക്കാരൊക്കെ പറയും സിനിമയിൽ അഭിനയിക്കണം എന്നുണ്ടെങ്കിൽ മുടിയൊന്നും ആവശ്യമില്ലല്ലോ. ഇപ്പോൾ മറ്റേ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ അതുപോലെ തന്നെ കൊടിയേറ്റം ഗോപിയൊക്കെ മുടി ഉണ്ടായിട്ടാണോ സിനിമയിൽ അഭിനയിച്ചത്. പക്ഷേ ഇത് അദ്ദേഹം ചെയ്ത ക്യാരക്ടേഴ്സൊക്കെ അങ്ങനെ ആയതുകൊണ്ട് നമുക്ക് എല്ലാത്തിനും ക്യാരക്ടേഴ്സും ചെയ്യണമല്ല. മുടി അല്ലെങ്കിൽ സ്കിന്നൊക്കെ ഒരു ആക്ടറിനെ സംബന്ധിച്ചിടത്തോളം അത്രയും പ്രാധാന്യപ്പെട്ടതായിട്ട് തന്നെ കരുതുന്നുണ്ടോ ഇപ്പോൾ ഈ ഒരു മൊമെന്റിൽ? അല്ല, അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. ഇപ്പൊ മുടിയില്ലെങ്കിലും കുഴപ്പമുണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റുന്നില്ല. മുടിയില്ലാത്ത രീതിയിലും നമുക്ക് ഒരുപാട് ഇഷ്ടമുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ പറഞ്ഞ എക്സാമ്പിളുകൾ അല്ലാതെ തന്നെ എത്രയോ പേരുണ്ട്. അതേപോലെ മുടി ചില ക്യാരക്ടേഴ്സിന് നമുക്ക് ചില ഗെറ്റപ്പുകൾ പിടിക്കാനൊക്കെ ആയിട്ട് മുടി വേണമെങ്കിൽ നമുക്ക് സിനിമയിലാവുമ്പോൾ വേറെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. വിഗ് വയ്ക്കാം, പാച്ച് വെക്കാം, അങ്ങനെ പല പല പരിപാടികളുണ്ട്. അപ്പൊ മുടി ഉണ്ടെങ്കിൽ കിട്ടുന്ന ഒരു കോൺഫിഡൻസ് വേറെ ആയിരിക്കും. അത് ഓരോരുത്തരുടെ ഇഷ്ടങ്ങളാണ്. അപ്പൊ എനിക്ക് ഇപ്പൊ മുടി ഉള്ളതാണ് ഇപ്പൊ എന്റെ ഇഷ്ടം. അപ്പൊ അതിനിങ്ങനെ ഒരു ഓപ്ഷൻ ഉള്ളപ്പോ വലിയ പ്രശ്നങ്ങളില്ലാതെ, പണ്ടെന്ന് പറഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പറ്റില്ല. പണ്ട് ഒരു സ്കിന്നിന്റെ ഒരു പോർഷൻ മൊത്തം അടർത്തിയെടുത്ത് കട്ട് ചെയ്തെടുത്തിട്ട് അങ്ങനെ വെക്കണം, അങ്ങനെ എന്തൊക്കെയോ പഴയ പ്രൊസീജിയറുകൾ അങ്ങനെ ചെയ്ത ചില ആക്ടേഴ്സിനെ കുറിച്ചൊക്കെ നമ്മളോട് പലരും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഇന്നാൾ ഇങ്ങനെ ചെയ്തതാണ്. പുള്ളിയുടെ തല രണ്ടാമത് വീഡിയോ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ ഒരു ഇതൊന്നും ഇല്ല ഇപ്പൊ. ഇപ്പൊ ഏറ്റവും ലേറ്റസ്റ്റ് ടെക്നോളജി എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇപ്പൊ എനിക്ക് ചെയ്തിരിക്കുന്നത് പറഞ്ഞാൽ റിയൽ ടൈം FUE പ്ലസ് സഫയർ എന്ന് പറഞ്ഞാൽ വളരെ എന്താ പറയാ ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും പുതിയ മെത്തേഡാണ്. അതാണ് ഇപ്പൊ ഏറ്റവും ലാസ്റ്റ് ചെയ്യുന്നത്. വളരെ സ്മൂത്ത് ആയിട്ട് ചെയ്യുന്ന ഒരു പരിപാടിയാണ്. ഈ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് കഴിയുമ്പോൾ എല്ലാവർക്കും ഡൗട്ട് ഇത് പെട്ടെന്ന് പിടിക്കപ്പെടുമല്ലോ, അതിന്റെ ഫിനിഷിങ്ങിനെ പറ്റി എല്ലാവർക്കും മനസ്സിലാവും. അതായത് ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താണെന്ന് എളുപ്പം മനസ്സിലാവുമല്ലോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻസ് ഉണ്ടാവും. പക്ഷെ ഇവിടെ ചേട്ടനെ കണ്ടു കഴിഞ്ഞത് മനസ്സിലാകത്തേ ഉണ്ടായിരുന്നില്ല. അതായത് ഇപ്പോൾ ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്തെന്ന് ആൾക്കാർക്ക് മനസ്സിലാവില്ലായിരുന്നല്ലോ. പിന്നെ ചേട്ടനെ പരിചയമുള്ളവർക്കല്ലേ മനസ്സിലായിട്ടുണ്ടായിരുന്നത്. ഭയങ്കര ഫിനിഷിംഗ് ആയിരുന്നല്ലോ ഇവരുടെ. ഭയങ്കര ഫിനിഷിംഗ്. കാരണം അത് പ്ലേസ് ചെയ്യണതിനും ഓരോ കുറെ കഥകളുണ്ട്. അതിപ്പോ എല്ലാവർക്കും അറിയണമെന്നില്ല. ഇതിനെ ഈ മുടിയെ കുറിച്ച് കൂടുതൽ അന്വേഷിക്കണമെന്നൊക്കെ അറിയാൻ പറ്റും. ഒരു ഗ്രാഫ്റ്റില് തന്നെ ഒരു മുടിയുള്ള ഗ്രാഫ്റ്റ് ഉണ്ട്, 2 മുടിയുള്ളതുണ്ട്, 3 മുടിയുള്ളതുണ്ട്, 4 മുടിയുള്ളതൊക്കെ ഉണ്ട്. അപ്പൊ ഇതിൽ ഈ സിംഗിൾ ഹെയറിന്റെ ഗ്രാഫ്റ്റ് എടുത്തിട്ടാണ് ഏറ്റവും ഫ്രണ്ട് ലൈനിൽ വെക്കുള്ളൂ. അങ്ങനെ വെച്ചാലാണ് ഇത് നാച്ചുറൽ ആയിട്ട് തോന്നുന്നത്. അപ്പൊ ഈ 2 മുടിയുള്ള ഗ്രാഫ്റ്റിന്റെ ഫ്രണ്ടിൽ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കട്ടിയുള്ള മുടി ഫ്രണ്ടിൽ നിന്ന് ഇരിക്കാൻ തന്നെ എന്തോ ഒരു അപാകത തോന്നും ചില സ്ഥലത്ത്. അപ്പൊ അതിനെ കുറിച്ചൊന്നും ഗ്രാഹ്യമില്ലാതെ ചെയ്യുന്നിടത്താണ് അങ്ങനെ കുഴപ്പം തോന്നുന്നത് എനിക്ക് തോന്നുന്നു. ഇനി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത ആൾക്കാരോട് എനിക്ക് പേഴ്സണലി അറിയാം, എപ്പോഴും സ്ഥിരമായിട്ട് വന്ന് ചോദിക്കുന്ന കുറച്ച് ക്ലീഷേ ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. എന്തെങ്കിലും സൈഡ് എഫക്ട്സ് ഉണ്ടാവും ഇനി ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്താൽ, അല്ലെങ്കിൽ ഇതിന്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ് എന്നൊക്കെ. അങ്ങനെ ചോദിക്കുന്നവരോട് എനിക്ക് പൊതുവായിട്ട് പറയാനുള്ള കാര്യം എന്താ? അനുഭവ സമ്പത്തുള്ള ആളെന്നല്ല ചെയ്യുമ്പോ ഇതൊരു ക്ലിനിക്കൽ പ്രൊസീജിയർ ആണല്ലോ, സർജറി തന്നെയാണ്. അപ്പൊ നമുക്ക് മരവിപ്പിച്ചിട്ടൊക്കെ ചെയ്യണത്. അപ്പൊ മരവിപ്പിക്കാൻ വേണ്ടിയുള്ള ഇഞ്ചക്ഷൻ അതിനൊരു വേദനയുണ്ട്. എനിക്ക് ഭയങ്കര സെൻസിറ്റീവ് ആണ്. ചെറിയ വേദന പോലും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. എന്നിട്ട് ഞാനത് പിന്നെ ചെയ്യണമെങ്കിൽ പ്രശ്നമില്ലാത്തതുകൊണ്ടാണ്.
അപ്പൊ ഈ മരവിപ്പിക്കാനുള്ള വേദന നമ്മൾ എന്തായാലും സഹിക്കണം. അത് കഴിഞ്ഞ് പിന്നെ സർജറി ചെയ്യണം നമ്മളൊന്നും അറിയില്ല, ബോധം കെടുത്തൊന്നുമില്ല, നമ്മളെ ജസ്റ്റ് മരവിപ്പിക്കില്ല. ഈ മുടിയല്ല എടുത്തു വയ്ക്കണം, മുടിയുടെ റൂട്ട് അതിന്റെ വേരാണ്, അത് എടുത്തിട്ട് നമുക്ക് ഇല്ലാത്ത സ്ഥലത്ത് കൊണ്ട് പിടിപ്പിക്കും. ഞാറ് നടന്ന പോലെ അവിടെ നിന്ന് വളർന്നോളും. അപ്പൊ നമ്മള് എത്രയോ വർഷങ്ങളായിട്ട് ജനിച്ചപ്പോൾ തുടങ്ങി മുടി വെട്ടണല്ലേ, പിന്നെ വളരില്ല. അത് പുതിയ സ്ഥലത്ത് വെച്ചാൽ അവിടെ നിന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ വെട്ടിയാൽ അത് വളർന്നു. മുടി വന്നതിന് ശേഷം, അതായത് നമ്മളുടേതായിട്ടുള്ള സ്വന്തം മുടി ഇതുപോലെ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്ത് സിനിമകളിലും നമ്മളെ കണ്ണാടിയിലൊക്കെ കാണുന്ന സമയത്തുണ്ടായ ഒരു മാറ്റം ഉണ്ടല്ലോ, പേഴ്സണാലിറ്റിയിൽ വന്ന ഈ കോൺഫിഡൻസ് പോലെ തന്നെ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു മാറ്റം എന്താ ഉണ്ടായിട്ടുള്ള? കോൺഫിഡൻസ് കൂടുന്നത് തന്നെയാണ്. കാരണം നമ്മള് അത് ഒരുപാട് ബോധേഡ് ആയ വ്യക്തികൾക്ക് നമ്മള് ഹെയർ കോംബ് ചെയ്യുന്ന സമയത്ത് നമ്മൾ ഇതിനെക്കുറിച്ച് വളരെ കൺസേൺഡ് ആണെങ്കിൽ അതിലൊരു മാറ്റം വരുമ്പോൾ നമ്മൾ ഭയങ്കര ഹാപ്പി ആവില്ലേ. പിന്നെ നമ്മൾ ഇതിനെക്കുറിച്ച് ബോധർ ചെയ്യണ്ട എന്നുള്ളൊരു സാധനം വരുമ്പോൾ നമ്മളുടെ ശ്രദ്ധ മറ്റ് കൂടുതൽ നല്ല കാര്യങ്ങളിലേക്ക് ചെലുത്താം. അതെ, അത്രയും ടെൻഷൻ അടിക്കണ്ട. ഇതിപ്പോ ആൺപിള്ളേരെ സംബന്ധിച്ചിടത്തോളം ലുക്ക് മാറ്റാൻ ആദ്യം തൊടേണ്ട സ്ഥലം എനിക്ക് തോന്നുന്നു ഹെയർ ആണെന്ന് തോന്നുന്നു. അല്ല, ഹെയറിൽ ചെറിയ ചെറിയ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞാൽ അവരുടെ ലുക്ക് തന്നെ മാറും തോന്നുന്നു. എനിക്ക് മുടി ഞാൻ വളരെ പ്രാധാന്യം കൊടുത്തുകൊണ്ടിരുന്ന ഒരാളാണ്. അതുകൊണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കിത് വളരെ പോസിറ്റീവായിട്ടുള്ള കാര്യം. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ആണെന്ന് തോന്നുകയാണെങ്കിൽ, അയ്യോ എൻ്റെ മുടി എനിക്ക് ഭയങ്കര നെറ്റ് കയറുന്നുണ്ട്, അത് നിങ്ങൾക്കൊരു കൺസേൺ ആണെങ്കിൽ നിങ്ങൾ ഒരുപാട് ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല. നേരെ ലാഡൻ സിറ്റിയിലേക്ക് വരും, ഇവിടുത്തെ ഒരു കൺസൾട്ടേഷൻ എടുക്കുക. എല്ലാവർക്കും ട്രാൻസ്പ്ലാന്റ് ചെയ്യേണ്ട കാര്യമില്ല. ചില ആളുകൾക്ക് ചിലപ്പോൾ PRP ചെയ്യുമ്പോൾ തന്നെ. എൻ്റെ ഒരു സുഹൃത്തുണ്ട്, ഒരു തിന്നുണ്ട്, അവനും എനിക്കൊക്കെ ഒരേ സമയത്ത് ഭയങ്കര മുടി പോകാൻ തുടങ്ങി. അപ്പൊ അവനും ഞാനിവിടെ വരാൻ പറഞ്ഞു അവനോട്. അപ്പൊ അവൻ വന്നിട്ട് PRP ചെയ്തോളൂ, പക്ഷെ അവൻ അടിപൊളി നല്ല തിക്ക് ഹെയർ ആയിപ്പോ. പക്ഷെ എനിക്ക് PRPയിൽ അത്ര റിസൾട്ട് കിട്ടിയില്ല, അതുകൊണ്ടാണ് ഞാൻ ട്രാൻസ്പ്ലാന്റ് ചെയ്തത്. ഗദ്ദാഫിനെ പണ്ട് കാണുന്ന പോലെ അല്ലല്ലോ, ഇപ്പൊ ഭയങ്കര വ്യത്യാസം. മറ്റൊരു കാണുന്ന ഇപ്പൊ കുറെ നാളിന് ശേഷം ആൾക്കാർ ആദ്യം കാണുന്ന സമയത്ത് ആദ്യം ചോദിക്കുന്ന ഒരു മാറ്റമാണ്, എന്തോ കുറെ മാറ്റം, നല്ല മാറ്റം ഉണ്ടല്ലോ എന്നുള്ളത്. കുറെയൊക്കെ നമ്മളുടെ അല്ലാത്ത സംഭവം കൊണ്ടായിരിക്കും, അല്ലെങ്കിൽ പക്ഷെ മുടിയാണ് മേജർ പോയിന്റ് തന്നെ. മുടി പറഞ്ഞ പോലെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഇഷ്ടമുള്ള ആളായിരുന്നു. ഈ നമ്മൾ ചെറിയ ഫോട്ടോഷൂട്ടൊക്കെ നടത്തുമ്പോൾ എന്നോട് ഹെയർ ഒക്കെ ചെയ്തിരുന്ന ആൾക്കാർ പറയുമായിരുന്നു, ഒന്നുമില്ലല്ലോ നമുക്കിതിൽ എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ, എക്സ്പെരിമെന്റ് ചെയ്യാനൊക്കെ. അപ്പൊ നമ്മുടെ കോൺഫിഡൻസിനെ ഭയങ്കരമായിട്ട് ബാധിക്കും. നമ്മുടെ പകുതി മനസ്സ് ആദ്യം ചാവും എന്ന് പറയത്തില്ലേ, അതിനെ എനിക്ക് പറഞ്ഞ കുറെ അധികം നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാനും പറഞ്ഞ കുറെ റിസർച്ച് ചെയ്ത് കണ്ടുപിടിച്ചതാണ് ലാഡൻ സെറ്റ്. ഇപ്പൊ നമ്മളുടെ ഫ്രണ്ട്സ് ആണെങ്കിൽ ഇപ്പോൾ ഇൻഡസ്ട്രിയിലുള്ളപ്പോൾ സാഹചര്യത്തിനൊക്കെ റെക്കമെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ആദ്യമായിട്ട് ഈ ക്ലിനിക്കിനെ പറ്റി അറിയുന്നത്. ഇവിടെ വന്ന് ഇവിടെ ട്രീറ്റ്മെന്റ് എടുത്തതിന് ശേഷം ഞാൻ ഭയങ്കരമായിട്ട് 100% സാറ്റിസ്ഫൈഡ് ആണ് ചേട്ടനെ പോലെ. ഇതുപോലെ തന്നെ ആരെങ്കിലുമൊക്കെ ചോദിക്കുന്ന സമയത്ത് നമ്മുടെ മാറ്റം കാണുമ്പോഴേ എല്ലാവരും ചോദിക്കും ഏത് ക്ലിനിക്കിൽ നിന്ന് എവിടെ നിന്ന്. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഒരു പേടിയില്ലാതെ 100% ഗ്യാരണ്ടിയോടെ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ക്ലിനിക്കാണ് ലാഡൻ സെറ്റ്. വളരെ എക്സ്പേർട്ട് ആയിട്ടുള്ള ആൾക്കാർ ഇതിന്റെ പുറകിലുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നു. നമ്മളെ ജാദവ് ഡോക്ടർ, ഇതിന്റെ മെയിൻ ഡോക്ടർ അദ്ദേഹമാണ്. അത്രയും എക്സ്പെർട്ടൈസ് ഇതിന്റെ പുറകിലുള്ളതുകൊണ്ട് നമുക്ക് സേഫ് ആൻഡ് ഗ്യാരണ്ടി റിസൾട്ട് വിടുന്നുണ്ടാവും. പിന്നെ വിഷ്ണു ഉണ്ണികൃഷ്ണനെ പോലെയുള്ള ആക്ടേഴ്സിന്റെ ഒരു എന്താ പറയാ ഒരു ഉറപ്പുണ്ടല്ലോ, അതായത് നമ്മൾ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള ആൾക്കാരല്ലേ നിങ്ങളെ. ഞാനിങ്ങനെ ഒരു പരസ്യവും അങ്ങനെ ഒന്നും ചെയ്തിട്ടില്ലാത്ത ആളാണ്, പക്ഷെ എനിക്ക് അത്രയും ഉറപ്പുള്ളതുകൊണ്ടാണ്. ഇതിപ്പോ ഒരിക്കലും എന്താ പറയാ പെയ്ഡ് പരസ്യമൊന്നുമല്ല, നമുക്ക് അത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടും ഞാൻ ചെയ്ത് പ്രൂവ് ചെയ്തതുകൊണ്ടാണ് ധൈര്യമായിട്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ധൈര്യമായിട്ട് ലാഡൻ സിറ്റിയിൽ നിങ്ങൾ പോയി കൺസൾട്ടേഷൻ എടുക്കുക. നിങ്ങൾക്ക് ട്രാൻസ്പ്ലാന്റ് ഒരു ഓപ്ഷനായിട്ട് പറയുവാണെങ്കിൽ ധൈര്യമായിട്ട് ചെയ്തു. ചേട്ടൻ ലാഡൻ സിറ്റിയുടെ ഏത് ക്ലിനിക്കിലാണ് ചെയ്തത്? ഞാൻ കൊച്ചിയിലാണ് ചെയ്തത്. ഇവർക്ക് കുറെ സ്ഥലത്തുണ്ട്, പൂനെയിലും അവിടെയൊക്കെ ഉണ്ട്. കേരളത്തിൽ തന്നെ ഇപ്പോൾ ട്രിവാൻഡ്രത്തും ഉണ്ട്, കൊച്ചിയിലും ഉണ്ട്, കാലിക്കറ്റും ഇപ്പോൾ ഓപ്പൺ ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലെ നല്ല ഹെയർ ട്രീറ്റ്മെന്റ് ആവശ്യമുള്ള ആൾക്കാർ, ഇതുപോലെ ഹെയർ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആൾക്കാരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് വന്ന് ഹെയർ ട്രീറ്റ്മെന്റ് എടുത്തിട്ട് പോകാൻ പറ്റുന്ന സ്ഥലമാണ് ലാഡൻ സെറ്റ്. അപ്പോൾ ചേട്ടാ എല്ലാവരും ആശംസകളും നേരുന്നു. ഇനി അടുത്ത നമ്മുടെ സിനിമ എപ്പോഴാണ് വരുന്നത്? ഉടനെ ഉണ്ട്. അപൂർവ പുത്രന്മാർ എന്ന് പറഞ്ഞ സിനിമ അടുത്ത റിലീസാണല്ലോ. ഞാൻ ബിബിൻ ഒരുമിച്ചില്ല. എല്ലാവരും ആശംസകളും. ഇനി നമ്മൾ മറ്റേ മുടിയൊക്കെ വളർന്നതിന് ശേഷം നമ്മൾ ഒന്നുകൂടെ ഇപ്പൊ 6 മാസം കഴിഞ്ഞു, 6 months. ഞാനൊരു 6 മാസം കഴിയുമ്പോഴത്തേക്കും എന്റെ പുതിയ ഗെറ്റപ്പ് പോയിട്ട് ഞാൻ വരുന്നുണ്ട്. എന്റെ ബെൻസ് കാറുമായിട്ട് ഞാൻ വരും. ചേട്ടാ ഒരുപാട് സന്തോഷം. താങ്ക് യു സോ മച്ച്.